കണ്ട ഓക്കെ, നല്ല കൊഴുപ്പുണ്ട്. എന്റെ കയ്യിൽ പിടിക്കുക, അല്ലെങ്കിൽ ലൂസാണ് ഇങ്ങനെ കൊഴുപ്പുള്ള പാലാത്. ഇനിയൊരു മുട്ടൂത്തലുണ്ട് അവിടെ, നക്കി നക്കി തിന്നണോ. ഒരു പൊടി പോലും ഇല്ലാത്തോണം കഴിച്ചോളും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പശു വളർത്താൻ ക്ഷീരകർഷകർ പലരും പരാതിയായി പറയുന്നത് പശുക്കളെ തീറ്റച്ചെലവ് കൂടുതലാണ് എന്നുള്ളത്. എന്നാൽ ചില ക്ഷീരകർഷകർ പെല്ലറ്റിനും പൊടിത്തവിടിനും പകരമായി TMR ആണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ TMR പശുക്കൾക്ക് കൊടുക്കുന്നത് പോലെ പശു വളർത്തൽ വളരെ ലാഭകരമാണ്. ഇങ്ങനെ TMR കൊടുക്കുന്ന ഒരു ചേച്ചിനെ നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത്. ചേച്ചിയുടെ പേര് വിജയമ്മ എന്നാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ചേച്ചി, അപ്പൊ TMR കൊടുക്കാനായിട്ട് എത്ര നാളായി? ഞാൻ 6 മാസമായി ഇത് കൊടുത്തു തുടങ്ങിയിട്ട്. ഓക്കെ, ഇതിനു മുമ്പ് വേറെ തീറ്റയായിരുന്നു? വേറെ കടലക്കൊപ്ര പിന്നെ തവിട് ഇതായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. നഷ്ടമെന്ന് വെച്ചാൽ തീറ്റ മേടിക്കാൻ ഒരു ചാക്ക് തിരി മേടിച്ചാൽ 3 നേരം കൊടുക്കാനുള്ളൂ. പിന്നെ അതിന്റെ കൂടെ തവിട് കൊടുക്കണം. പിന്നെ കടലക്കൊപ്ര കൊടുക്കാന്ന് വെച്ചാൽ കൊഴുപ്പ് കിട്ടാൻ പാലിന്. ഇപ്പൊ TMR ആക്കി കഴിഞ്ഞപ്പോൾ തവിടുമില്ല, കൊപ്രയും കൊടുക്കുന്നില്ല. 1 ലിറ്റർ പാലിന് 1 കിലോ കൊടുക്കണം. 10 ലിറ്റർ പാലിന് 10 കിലോ കൊടുക്കണം. ഇപ്പൊ 2 നേരം കൂടി കേട്ടോ. അങ്ങനെ ഇത് കൊടുത്തു തുടങ്ങിയ പിന്നെ പശുവിന് ക്ഷീണമില്ല, നന്നായിട്ട് തിന്നും. നല്ല ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കഴിക്കുന്നത്. പശുവിന് ചാണാൻ ഉറച്ചുകൊണ്ട് മറ്റേക്ക് കൊടുത്തോണ്ടിരുന്നപ്പോൾ ചാണാൻ ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ എന്തോരം തവിട് കൊടുത്താലും ചാണാൻ ഇടുമ്പോൾ ഇങ്ങനെ തെറിക്കായിരുന്നു. പശുവൊക്കെ ആദ്യം കിടന്ന് ഉരുണ്ട് കുളിപ്പിച്ച് മടുക്കും. ഇപ്പോൾ അതേ പശുക്കളെ ഒരു നേരം പശുവിനെ കറക്കണ സമയത്ത് നമ്മൾ കുളിപ്പിക്കണ്ട, ചാണാനങ്ങ് മാറ്റിയാൽ മതി. എന്നിട്ട് അകിട് കഴുകി കുളിപ്പിക്കും. അകിട് കഴുകിച്ച് പശുവിനെ കറക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നീടാണ് പശുവിനെ കുളിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഒത്തിരി പണി ലാഭമുണ്ട്, ഒരുപാട് പണിയില്ല. പിന്നെ കുറച്ച് പുല്ല് കൊടുത്താൽ മതി. ട്രൂമീലിന്റെ TMRലേക്ക് മാറാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇത് മാറാൻ ഞാൻ ഈ മൊബൈലില് ചാനലിൽ കണ്ടു, TMRന്റെ പരസ്യം കണ്ടു. പരസ്യം കണ്ടപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ ആദ്യം 5 ചാക്ക് എടുത്തു. ഓക്കെ, തിന്നില്ലോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം 5 ചാക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ അന്നേരം ഇത് തിന്നുണ്ട്. അപ്പം 5 ചാക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് തിരി കുറച്ച് കൊടുത്തു. പിന്നെ തിരി അങ്ങനെ കുറച്ച് കൊടുത്ത് ഇപ്പം തിരി ഒട്ടും കൊടുക്കണില്ലാതെ. ആദ്യം കുറച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇതങ്ങോട്ട് TMR അങ്ങോട്ട് ഒറ്റയടിക്ക് നമുക്ക് ഒരു ഫുഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം ആ ഒരു പെല്ലറ്റ് കൊടുക്കുക, ഇത് ഇച്ചിരി കൊടുക്കുക, അതിനുശേഷം നമ്മൾ പെല്ലറ്റ് കുറയ്ക്കുക, പിന്നെ ഈ TMR കൂട്ടുക. അങ്ങനെയാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇത് ചേച്ചിക്ക് എന്താണ് ഗുണമായിട്ട് തോന്നിയത് ഈ TMR? എനിക്ക് TMR കൊടുത്തിട്ട് പാലിന് കൊഴുപ്പുണ്ട്. സൊസൈറ്റിയിൽ പാലിന് നല്ല വിലയുണ്ട്. 46 രൂപ 47 രൂപയൊക്കെ പാലിന് സൊസൈറ്റി കിട്ടുന്നുണ്ട്. അതിന് മുമ്പ് കുറവായിരുന്നു, റീഡിങ് കുറവായിരുന്നു. അപ്പൊ ഇതാണ് ട്രൂമീലിന്റെ TMR എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, പിന്നെ പെല്ലറ്റ്, അങ്ങനെ ധാന്യങ്ങള്, വൈറ്റമിൻസ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചി ഇവിടെ കാൽസ്യം കൊടുക്കുന്നുണ്ടോ? കാൽസ്യം കൊടുക്കുന്നില്ല. ഒന്നും കൊടുക്കണില്ല. കാൽസ്യം ഒന്നും കൊടുക്കണില്ല. ഓക്കെ. ഇത് പിന്നെ ഈ മൃഗാശുപത്രിയിൽ നിന്ന് കാൽസ്യം കിട്ടും, അത് കൊടുക്കണ്ട. അത് കൊടുക്കുന്നുണ്ട്. അത് മാത്രം കൊടുക്കും. നേരത്തെ ആകുമ്പോൾ ഒരുപാട് ചെലവുണ്ടായിരുന്നല്ലേ? 20 ലിറ്റർ ഒക്കെ കാൽസ്യം ഇറക്കി വെക്കായിരുന്നു ഇവിടെ. ഭയങ്കര ചെലവായിരുന്നു. ഇപ്പം നമുക്ക് സംതൃപ്തി ഉണ്ട്. കിട്ടുന്ന പൈസ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ നഷ്ടപ്പെടില്ല ഒത്തിരി. മറ്റങ്ങനെയല്ല, മുഴുവൻ മാസം പകുതി ആകുമ്പോഴത്തേനും കിട്ടുന്ന പൈസ അപ്പടിയും തീരുമായിരുന്നു. പിന്നെ കടവും അതിലേക്ക് പോയി മേടിക്കണം. എനിക്കിപ്പോൾ പശുവിന് പാല് ഇതിപ്പോൾ 15,000 രൂപ ഇതിന് പോണത് ഒരു മാസം. ഓക്കെ, 15,000 രൂപ. അപ്പം ഞാൻ 25 ചാക്ക ഇറക്കണത്. മറ്റേ ഒരു ചാക്കിന് തിരിക്കാണെങ്കിൽ നിമിഷം വില കൂടിക്കൊണ്ടിരിക്കല്ലേ. അത് ഒരു 45 രൂപ കൂടുതൽ പോവായിരുന്നു. തവിട് ഇറക്കണം, കൊപ്ര മേടിക്കണം, എല്ലാം കൂടെ കൂടുമ്പോൾ ഒത്തിരി പൈസ ആവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും തേങ്ങാക്കൊപ്ര വരുവാണെങ്കിൽ അതും മേടിച്ചു കൊടുക്കും. എല്ലാം കൂടി ഭയങ്കര. അന്നേരം ഇപ്പൊ ഈ TMR കൊടുത്താൽ ഞാൻ വലിയ ഹാപ്പിയാ. ചേച്ചി ഇപ്പൊ ഒറ്റയ്ക്കല്ലേ ഈ ജോലികൾ പശുക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ TMR കൊടുത്തിട്ട് ചേച്ചിക്ക് എന്താ ഗുണമായിട്ട് തോന്നി? എനിക്ക് TMR കൊടുത്തിട്ട് പുല്ല് കുറച്ച് കൊടുത്താൽ മതി. പുല്ല് കുറച്ച് പുല്ല് കൊടുക്കുക, TMR കൊടുക്കുക, കുറച്ച് പുല്ല് കൊടുക്കുക. പിന്നെ ധാരാളം പച്ചവെള്ളം കൊടുക്കണം. പച്ചവെള്ളം കൊടുക്കാം. പിന്നെ വൈകുന്നേരം പൈനാപ്പിൾ തണ്ട് അരിഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തീറ്റ കുറച്ച് മതി. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കിടന്ന് അലയണ്ട, പുല്ലിനൊക്കെ പോയി. ചേച്ചി ഞങ്ങൾ ആദ്യം 1.5 വർഷം മുമ്പ് ഇവിടെ വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ചേച്ചി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് വല്ലാതെ ആയിരുന്നു. കാരണം ഞങ്ങൾ പുല്ല് വെട്ടണം, അതിന്റെ ഇടയ്ക്ക് പശുക്കളെ പ്രസവിക്കാണ്ട് അതിന്റെ കാര്യം നോക്കണം. ഇതിപ്പോ ചേച്ചിക്ക് ഒരുപാട് സമയം കിട്ടും, ഒത്തിരി ഇതുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പെല്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പശുവിനെ 2-3 പ്രാവശ്യവും കുത്തി വെച്ചാൽ ചെന പിടിക്കലായിരുന്നു എൻ്റെ. ഇപ്പം ഈ TMR കൊടുത്തേ പിന്നെ 3 പശുവിന് ചെന പിടിച്ചിട്ടുണ്ട്.
3 പശുവിന്. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് TMR പശുക്കൾക്ക് കൊടുത്തിട്ട് വിജയമ്മ ചേച്ചിയുടെ പശുക്കൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായെന്നാണ്. ചേച്ചി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ TMR കൊടുത്തിട്ട്? ഈ പശുവിനെ ആദ്യം 2 പ്രാവശ്യം കുത്തിവെച്ചു. കുത്തിവെച്ചിട്ട് അതിന് ചെന പിടിച്ചില്ല. ഇപ്പൊ TMR കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുത്തിവെച്ചിട്ട് ഇപ്പൊ 3 മാസമായി. അതെ, ചെനുണ്ട്. ഈ പശുവിനും അതായിരുന്നു 2 പ്രാവശ്യം കുത്തിവെച്ചു. ഇപ്പൊ ഇത് രണ്ടാമത്തെ പ്രസവം. ഓക്കെ, പശുക്കൾ ചെന പിടിക്കാൻ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. ഇത് ഭയങ്കരമായ ക്ഷീണിച്ചിരുന്ന പശുവായിരുന്നു ഒരു കുഞ്ഞത്. അതിന്റെ തോലൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിട്ട് തിളക്കമായിട്ട് വന്നിട്ടുണ്ടോ? നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടോ? അപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ പാലൊക്കെ, ഇതിന്റെ പാല് വെള്ളം പോലെ ഇരുന്നേ, അപ്പുറത്തെ പാല് വെള്ളം പോലെ ഇരുന്നേ. പക്ഷെ ഇപ്പൊ നല്ല കൊഴുപ്പുണ്ട് TMR കൊടുത്ത പിന്നെ. അതായത് പശുക്കളുടെ ആരോഗ്യം നിലനിർത്താൻ ഈ TMR സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ തൊഴുത്ത് കിടക്കാണ്ടോ, ഇപ്പൊ ചാണകം കണ്ടോ, ചാണകം കോരാൻ എളുപ്പമുണ്ട്. ഈ ചാണകം കാണുമ്പോ തന്നെ അറിയാം പശുക്കളുടെ ദഹനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അല്ലെ? അതെ, നല്ല രീതിയിൽ. അപ്പൊ അസുഖങ്ങളൊന്നുമില്ല. മറ്റേ പനി വരും, ഇടയ്ക്ക് പനി വരും, വയറിളക്കം, ഭയങ്കരമായ വയറിളക്കം വരും. എന്നെ പലരും വിളിക്കാറുണ്ട് ഈ വയറിളക്കത്തിന് എന്താ മരുന്ന് കൊടുക്കണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ TMR കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഗ്യാസിന്റെ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ഗ്യാസിന് മരുന്ന് കൊടുക്കാനുള്ള വേറെ അസുഖമൊന്നും വന്നില്ല ഇതിന്. പ്രധാനമായിട്ട് ചേച്ചി പണ്ട് പറയായിരുന്നു അകിടി വീക്കം അകിടി വീക്കം വന്നിട്ടില്ല ഇത് കൊടുത്തേ. പിന്നെ മറ്റു കാര്യം എന്ന് വെച്ചാല് നല്ല രീതിയിൽ പാലുൽപാദനം ഉണ്ട്. നമുക്ക് പാല് കുറച്ചാണ്, ഒട്ടും കൊഴുപ്പില്ലായിരുന്നു. ഇപ്പൊ പാലിന് നല്ല കൊഴുപ്പാണ്. നമുക്ക് എന്തോരം പാല് കൂടി ഒന്ന് പറയാൻ പറ്റുമോ? പാല് കൂടണം, പാലുണ്ട്. ഇപ്പൊ ഇതൊക്കെ ഇടക്കറവിയായിക്കുവാ. ഇതൊക്കെ ഇപ്പൊ ഇടക്കറവിയാ. അപ്പൊ അതിന്റെയൊക്കെ ഇതൊക്കെ ചെന പിടിച്ചിട്ട് പാല് നിർത്താറ്. ഞാൻ പാല് കാണിച്ചു തരാം. പാലിന്റെ കൊഴുപ്പ് ചേച്ചി പശുവിനെ കറന്ന് കാണിക്കും. പശുവിന്റെ പാലിന്റെ കൊഴുപ്പ് എങ്ങനെയാണെന്നും ആ പാൽ എങ്ങനെയാണ്, നല്ല പാലാണോ എന്ന് വേണ്ട. വേണ്ട, ഓക്കെ, നല്ല കൊഴുപ്പുണ്ട്. എന്റെ കയ്യിൽ പിടിക്കുക, അല്ലെങ്കിൽ ലൂസാണ്. ഇങ്ങനെ കൊഴുപ്പുള്ള പാലാത്. മഞ്ഞ കളറാണ്, നല്ല പാല് കേട്ടോ. ഇത് നമ്മൾ ചായ ഇട്ടാൽ തന്നെ നല്ല ചായ നല്ല. എല്ലാവരും ഇപ്പൊ ഇഷ്ടംമാതിരി ആൾക്കാർ എന്നോട് മേടിക്കണ്ട പാല്, ഇഷ്ടംമാതിരി പാല് മേടിക്കണ്ട. ഇപ്പൊ എനിക്കൊരു 30 ലിറ്റർ പാല് പുറത്തു പോണ്ട്. നമ്മുടെ പാല് നല്ലതായി. 15 ലിറ്റർ ഇടക്കറിവായിട്ടും 15 ലിറ്റർ സൊസൈറ്റി കൊടുക്കണ്ട. രാവിലെ 10 ലിറ്ററും ഉച്ചക്ക് 5 ലിറ്ററും. സാധാരണ കുറവാണ് ഇടക്കറവയ്ക്ക് പാലുണ്ട്. ഈ TMR കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് വ്യത്യാസമായി. ഞാൻ എല്ലാവരും പറഞ്ഞു തട്ടിപ്പാ. പക്ഷെ എനിക്ക് നല്ല റിസൾട്ടാ. നല്ല ഇതാ പശുക്കളൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കണ്ടോ. മറ്റെന്നും സുഖയുടെ അസുഖവും കാര്യങ്ങളും മരുന്ന് മേടിക്കാം. ഒരു മരുന്ന് മേടിക്കണ എന്തോ ഒരു കാശ് കൊടുക്കണം. ഒരു ചെറിയതായ ഒരു മരുന്ന് മേടിക്കണ ₹500 കൊടുക്കണം. അതെ, ആ ഒരു TMR കൊടുത്ത പിന്നെ അത് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് പശുക്കൾക്ക് ഈ TMR ഒന്ന് കൊടുത്തു നോക്കാം, എങ്ങനെയാണ് അതിന്റെ പ്രതികരണങ്ങളൊക്കെ. എന്റെ പൊന്നോ, അതേ ചട്ടി വലിച്ചോണ്ട് പോകുന്നുണ്ട്. ഇഷ്ടമല്ലെങ്കിൽ അത് തിന്നില്ല. വേണ്ട, ഇതിന്റെ സ്മെല്ല് അടിച്ചാൽ ഈ ചാക്ക് പൊട്ടിക്കുമ്പോ തന്നെ അതും അറിയാം. അതെ അല്ലേ? ഓക്കെ. ഇതിപ്പോ എല്ലാം അങ്ങ് തിന്നുന്നുണ്ട്. കാണിക്കണ്ട, നാക്ക് നീട്ടിക്കൊണ്ടാട്ടോ വരുന്നേ. അതിന്റെ ഒരു ആർത്തി. അവിടെ തൊഴുത്തിൽ മുട്ട് കുത്തി കിടക്കും. എന്നിട്ട് നക്കി മുഴുവൻ പൊടി പോലും ഇല്ലാത്തോണ്ടും തിന്നും. മുട്ടുകുത്തി കിടക്കും അവിടെ. മുട്ടുകുത്തി കിടക്കൂല്ലേ? ഫുള്ള് കഴിച്ചോളൂല്ലേ? ഫുള്ളും തിന്നോളൂ. എല്ലാം തിന്നോളൂ. ഇടി കൊടുക്കും. ഇനി ഒരു മുട്ടുകുത്തലുണ്ട് അവിടെ. നക്കി തിന്നണോ? ശരിക്കും കഴിച്ചോളൂ. അതെല്ലേ? ഒരു പൊടി പോലും ഇല്ലാത്തോണം കഴിച്ചോളും. സാധാരണ ഇഷ്ടമില്ലാത്ത ഫുഡാണെങ്കിൽ കഴിക്കില്ല. പക്ഷെ ഇത് ആ നിലത്ത് നക്കി കംപ്ലീറ്റ് തിന്നുന്നുണ്ട്. പൊടി പോലും ഇല്ലാത്തോണം നിന്നോളും. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം കൊടുക്കണം. ഇനി ഉച്ച കഴിയുമ്പോ കുറച്ച് വെള്ളം അടിച്ചിട്ട് കൊടുക്കും നിറച്ച്. അന്നേരം അത് നിറച്ച് കുടിച്ച് പിന്നെ വിശ്രമമാണ്. ചേച്ചി അധ്വാന ഭാരം കുറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും? എനിക്ക് ഇപ്പൊ പുല്ല് കുറച്ച് വെട്ടിയാൽ മതി. പിന്നെ രാവിലെ വരുമ്പോൾ TMR കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 10-11 മണിയായിട്ട് പുല്ലിട്ട് കൊടുത്താൽ മതി. മറ്റേ ഞാൻ പശുവിനെ കറന്ന് വീട്ടിൽ ചെന്ന് ചായ കുടിച്ച് വരാൻ നേരമല്ല. അപ്പത്തേനും ഇതുങ്ങൾക്ക് ഇച്ചിരി തിരിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പറ്റില്ലല്ലോ. പിന്നെ ഞാൻ അപ്പം തന്നെ പോയി പുല്ല് വെട്ടാൻ പോകും. മഴയായാലും വെയിലാണെങ്കിലും പോയി പുല്ല് വെട്ടി കൊണ്ടിട്ടിടണം. മറ്റേ ഈ TMR അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ നേരത്തേക്ക് നമ്മളിപ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് പച്ചവെള്ളം കൊടുക്കണം. പച്ചവെള്ളം കൊടുത്താൽ മതി. പിന്നെ അങ്ങനെ വിശപ്പ് ഉണ്ടാവില്ല. അതായത് പുല്ലിന് കുറച്ച് പുല്ല് മുറിച്ചാൽ മതി. അപ്പൊ ചേച്ചി ഉദ്ദേശിച്ചത് നേരത്തെ ചേച്ചി ഇവിടെ പെല്ലറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ പൊടിത്തവിട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കി അതിന്റെ പൈസ ലാഭമുണ്ട്. അപ്പൊ ഈ ഒറ്റൊരു തീറ്റ പൊട്ടിച്ച് ആ പശുക്കൾക്ക് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ചേച്ചിക്ക് ടെൻഷൻ ഇല്ല, ഇനി അടുത്ത കാര്യങ്ങൾ എന്താ ചെയ്യണം, അങ്ങനെ ടെൻഷൻ ഇല്ല അല്ലെ? എവിടെ വേണമെങ്കിലും പോവാം. നമ്മൾ കറവ സമയം മാത്രം നമുക്ക് എങ്ങും പോകാൻ പറ്റാത്തുള്ളൂ.
പിന്നെ അല്ലാതെ എവിടെ വേണമെങ്കിൽ പോകാം നമുക്ക്. ചേച്ചി ഇവിടെ 6 പശുവുള്ളൂ. അപ്പൊ ആഴ്ചയിലാണ് തീറ്റ എടുക്കണത് അതോ മാസത്തിലാണോ തീറ്റ എടുക്കുന്നത്? ഞാനിവിടെ ചൊവ്വാഴ്ച വെളുപ്പിനെ ഇവിടെ കൊണ്ടുവരും. എല്ലാ ചൊവ്വാഴ്ചയും വെളുപ്പിനെ ഇറക്കി തരും. ഇവിടെ ഇറക്കി കൊണ്ടുവന്ന് വെച്ച് തരും. അപ്പം ഞാൻ കറവയുള്ളതിന് മാത്രം ഈ TMR കൊടുക്കുള്ളൂ. പിന്നെ മറ്റേ കറവയില്ലാത്തതിന് ഞാൻ വേറെ ഈ അവരുടെ തന്നെ ഫീഡാണ് കൊടുക്കുന്നത്. അവരുടെ തന്നെ ഈ ഫീഡാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പം ഇത് ആടിനും കൊടുക്കും, കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. ഇതാണ് ഞാൻ ചെനയുള്ളതിന് കൊടുക്കുന്നത്. പിന്നെ ആടിനും കൊടുക്കും. ഇതിപ്പോ ഈ ഒരു തീറ്റ എന്ന് പറയുന്നത് കറവയുള്ള പാലുൽപാദനമുള്ള പശുവിനെ ആടുകൾക്ക് കൊടുക്കും. ആടുകൾ തിന്നും. ആടുകളുണ്ടോ അതൊക്കെ പ്രസവിക്കാറായി നിൽക്കണം. 3 എണ്ണം പ്രസവിച്ചു വെക്കണം. ആഴ്ചയിൽ എത്ര ചാക്ക് എടുക്കും ചേച്ചി? ഇത് ഞാൻ 10 ചാക്ക് എടുക്കും. 10 ചാക്ക് 10 ചാക്ക് മതിയാവും ഒരു 8 ദിവസത്തേക്ക്. 8 ദിവസത്തേക്ക് 10 ചാക്ക് മതിയാവും. ഒരു ദിവസം എത്ര ചാക്ക് നമ്മൾ എടുക്കും? ഒരു ദിവസം അത് എടുക്കുന്നതിന്റെ അനുസരിച്ചാ. നമ്മള് ഇച്ചിരി പുല്ല് കുറഞ്ഞു പോയാ ഇച്ചിരി കൂടുതലിട്ട് കൊടുക്കും. പിന്നെ കൂടുതൽ കൊടുത്താലും ഇത് കുഴപ്പമില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത് കൂടുതൽ കൊടുത്താലും മറ്റേ നമ്മള് തിരി കൂടുതൽ കൊടുത്താൽ പാല് അകിട് വീക്കം വരും. തിരി ഇച്ചിരി കൂടുതൽ കൊടുത്താ. തിരി ഇച്ചിരി കുറഞ്ഞു പോയാ പാല് കുറയും. അപ്പൊ ഇത് ഞാൻ ഇത് ഇച്ചിരി പുല്ല് കുറിക്കാൻ വൈകുന്നേരം പോകാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഒരു വാളും കൂടെ അങ്ങോട്ട് കൂടുതലിട്ട് കൊടുക്കും. അപ്പൊ തൃപ്തിയാവും, നമുക്കും തൃപ്തിയാവും, പശുക്കൾക്കും തൃപ്തിയാവും. അപ്പൊ 10 ലിറ്റർ പാലുൽപാദനമുള്ള പശുക്കള് രാവിലെ ഒരു 5 കൊടുക്കുക, വൈകുന്നേരം 5 കൊടുക്കുക. അപ്പൊ ഇത് കൊടുക്കുമ്പോ എന്താ പറയാ, പശുക്കളെ വയറെന്ന് അറിയുന്ന ഒരു ഡൗട്ട്. കാരണം നമ്മള് പഴയ ഒരു ശൈലി ഉണ്ടല്ലോ, പുല്ല് കൊടുക്കണം, വൈക്കോല് കൊടുക്കണം, പെല്ലറ്റ് കൊടുക്കണം, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായി. അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോ ഇത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ വേറെ വൈക്കോലിലേക്കോ വേറെ ഒന്നിലേക്ക് എനിക്ക് ടെൻഷനില്ല. ഇതിനകത്ത് ഇപ്പൊ എല്ലാ സംഗതികളും കൂടിയിട്ടുണ്ട്. ഇതെല്ലാ സാധനങ്ങളും ഇത് പെല്ലറ്റിന് ചേർന്നേക്കണത് യൂറിയ അല്ലാത്ത ബാക്കി എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. കാൽസ്യം. പിന്നെ എനിക്ക് ഒരു കിടാവിന് ഭയങ്കര വയറിളക്കായിരുന്നു. അതിന്റെ അമ്മ ചത്തുപോയി. ഭയങ്കര പാല് കുടിക്കാറുണ്ട്. വേറെ പശുവിന്റെ പാല് കൊടുത്തിട്ടും വയറിളക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോ എന്റെ വയറിളക്കം മാറി. അതെയോ? ഇത് കൊടുത്തപ്പോൾ വയറിളക്കം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ആടുകളൊക്കെ തിന്നും. ആട് തിന്നും, പശു എല്ലാത്തിനും ഇത് നല്ലതാണ്. ഇവിടെ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്. അവയ്ക്കെല്ലാം ഈ TMR കുറച്ച് കൊടുക്കാറുണ്ട് അല്ലേ? അതെ. ഞാനിപ്പോ 2 മാസമായിട്ട് ഒട്ടും പല്ലറ്റ് കൊടുക്കുന്നില്ല, തവിട് കൊടുക്കണില്ല, വേറെ ഒന്നും കൊടുക്കണില്ല. ഈ TMR മാത്രമേ കൊടുക്കും. TMR പുല്ലും പച്ചവെള്ളം. എനിക്ക് അതുകൊണ്ട് വളരെ തൃപ്തിയാണ്, വളരെ ലാഭകരവുമാണ്. അതുകൊണ്ട് ഞാൻ സംതൃപ്തിയായിട്ട് മുൻപോട്ട് പോകുന്നു. അപ്പൊ ഇത്രയും നാളത്തെ പശു വളർത്തലിന്റെ അനുഭവത്തിൽ TMR വിജയമ ചേച്ചിക്ക് ഉപയോഗിച്ചിട്ട് വളരെ നല്ല റിസൾട്ട് ആയിരുന്നു. അപ്പൊ TMR ആവശ്യമുള്ളവർ ഞങ്ങൾ കോൺടാക്ട് നമ്പർ ചാനൽ ഇടുന്നതായിരിക്കും, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.